പിറ്റേന്ന് തുടങ്ങുന്നു, കണ്ടോളി നമ്മൾ പറഞ്ഞിടത്തൊക്കെ എത്താൻ ആഗ്രഹം, അന്ധവിശ്വാസത്തിൽ എത്താനുള്ള ആഗ്രഹം. മനസ്സിലായില്ലേ? ഇപ്പം വരും എന്ന് പറഞ്ഞു. അപ്പൊ സക്കറിയ സ്വലാഹി വിശ്വസിച്ച സഹോദരങ്ങളെ, നമ്മളെ നാട്ടിൽ മനുഷ്യന്മാർ ചെയ്യുന്നത് ശിർക്ക് തന്നെയാണ്, ഒരു സംശയവും. പിന്നെ ലബ്ബാദാരി പറഞ്ഞത് ഈ അടിസ്ഥാനത്തിൽ മാത്രമാണ്. പിന്നെ ആ ക്ലിപ്പ് ഒരു കട്ട് ചെയ്തു നെറ്റില്, എന്റെ ബാക്കി വീണ്ടും പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നത് കേൾക്കും, നമ്മെ സഹായിക്കും എന്നാണ് വിശ്വാസമെങ്കിൽ അത് ശിർക്ക് തന്നെയാണ്. ആ ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ട് നെറ്റിൽ പ്രചരിപ്പിച്ചു. ഈ കാര്യം പിന്നീട് ഫൈസൽ മൗലവി വിശദീകരിച്ചു. അങ്ങനെ വളരെ കൃത്യമായി നമ്മുടെ നാട്ടിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നാരിയ സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയും, കേൾക്കും അടിസ്ഥാനത്തിൽ, അതുകൊണ്ട് അത് ശിർക്ക് തന്നെയാണ് എന്ന് വ്യക്തമാക്കി. പക്ഷേ ആ ലബ്ബാദാരിമി 3 കൊല്ലം മുമ്പ് പറഞ്ഞ ആ കാര്യം എങ്ങനെ വെച്ചിട്ട് കണ്ടോ, നമ്മൾ നാറിയ സലാത്ത് നരകത്തിലെ സലാത്ത് ഒക്കെ പറഞ്ഞ് ചെല്ലുന്നാ പറയും. കമ്പെന്ന് അനീഫ് ഗായക്കോടി പറയാണ് ഇപ്പൊ അടുത്ത് തുടങ്ങുന്നു. മൂപ്പര് പറഞ്ഞ ആൾക്കാർ വിശ്വസിച്ചു. ഒരു പണ്ഡിതനല്ലേ വിചാരിച്ച് വിശ്വസിക്കൂലേ? ആ കമ്പിൽ പരിപാടി നടക്കുന്ന ആ ദിവസം നമ്മുടെ മയ്യിലുള്ള ബഹുമാന്യനായ നമ്മുടെ സഹോദരനോട് പറഞ്ഞു, നാരിയ സ്വലാത്ത് ചെല്ലാന്ന് ബലി ബുക്കിറക്കിന്ന്. ബുക്കിറക്കിയോ? പറഞ്ഞ ആ ബുക്കൊന്ന് തരുമോന്ന് ചോദിച്ചു. ഇതുവരെ കിട്ടിയിട്ടില്ല. കാച്ചെന്നെ അടിച്ചു വിടന്നെ. അപ്പോ നാരിയ സ്വലാത്ത്. അപ്പൊ എന്തായി? ഹലോ, എന്താ പറയാ നാരിയ സ്വലാത്ത്. ഇപ്പൊ അതിന്റെ കാറ്റ് ഏകദേശം പോയി. ഇനി ആരെങ്കിലും ഒന്ന് പ്രസംഗിച്ച് പറഞ്ഞ് കഷ്ണം കിട്ടും. കിട്ടിപ്പോയി. ഇതുമല്ല അപ്പൊ ജീവിതം. അല്ലാതെ വേറെ അപ്പൊ നാരിയ സ്വലാത്തിന്റെ വിഷയത്തിലാക്കി പുറത്താക്കി കേട്ട അങ്ങനെ തോന്നുക. ഓരോ സമയത്ത് ഓരോന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയതിന് അപ്പുറത്തും ഇപ്പുറത്തും കട്ട് ചെയ്ത് കിട്ടും. ഇതാണ് ഇപ്പൊ ജീവിക്കാനുള്ള മാർഗമായിട്ട് കൊണ്ടുനടക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, നാരിയ സ്വലാത്തിന്റെ വിഷയം കൃത്യമാണ്. നമ്മുടെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എഴുതി, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇസ്തിഗാസക്ക് 1-ാം തരം തെളിവാണ്, 1-ാം തരം അതിനുള്ള മാർഗമാണ് നാരിയ സ്വലാത്ത്. അതുകൊണ്ട് അത് ശിർക്ക് തന്നെയാണ്. ലബ്ബാദാരിബ് പറഞ്ഞത്, അദ്ദേഹം ദക്ഷിണ കേരളത്തിലുള്ള ഒരു പണ്ഡിതൻ, ആ ഭാഗത്തും നമുക്കറിയാം ഇവിടുത്തെ സമസ്തനെ പോലെ അവിടെയുള്ള ആൾക്കാർ, അദ്ദേഹം വന്ന് പഠിച്ചു ഹനഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു മനസ്സിലാക്കിയത് ഒരു ചോദ്യത്തിന്റെ ഉത്തരം 2010 അദ്ദേഹം കൊടുത്തതാണ്. ഇപ്പൊ കൊടുത്തതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് നാരിയ സ്വലാത്ത് ശിർക്ക് തന്നെയാണ്, അതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ടതില്ല. അത് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ ഒരു ചോദ്യം, ഒരു ചോദ്യത്തിനൊരു ഉദ്ഘാടനം വേണമല്ലോ, ആ നിലക്കാണ്. ഇനി നിങ്ങൾക്ക് ആർക്കും ചോദിക്കാം, അവിടെ ഇരുന്ന് ചോദിക്കാം, എഴുതി ചോദിക്കാം. പിന്നെ നമുക്ക് വിഷയങ്ങൾ ക്ലിയർ ആകാൻ വേണ്ടിയാണ് അതിനു വേണ്ടിയുള്ള അവസരം നിങ്ങൾക്ക് നൽകുന്നത്. ചോദ്യം ഇതാണ്, നല്ല ചോദ്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു. മലക്കുകൾ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുന്നതിന് വേണ്ടി. ആ സിഹർ ഉണ്ടായ കാര്യം, കിണർ, അവിടെ ഇന്ന സാധനങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടു. അത് എടുത്തു മാറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഇതേപോലെ നമുക്ക് ആരെങ്കിലും സിഹർ ചെയ്താൽ ആ സാധനങ്ങൾ എടുത്തു മാറ്റിയതിന് ശേഷമാണോ നാം പ്രാർത്ഥിക്കേണ്ടത്? ഒന്ന്, നമുക്ക് എടുത്തു മാറ്റാൻ അവകാശമുള്ള സ്ഥലത്താണെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ എടുത്തു വലിച്ചെറിയണം. ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ പറമ്പിലോ നമ്മുടെ വീട്ടിലോ ഉണ്ടാകാൻ പാടില്ലല്ലോ, സംശയമൊന്നും വേണ്ട. അത് സാധനം കാണാം, കാണാതിരിക്കാം. സിഹറാണോ എന്ന് സംശയം തോന്നിയാൽ മതി, റബ്ബിനോട് ദ്വാരക്കാണ് വേണ്ടത്. അപ്പൊ സാധനം എടുത്തു മാറ്റുക അല്ലെങ്കിൽ മാറ്റാതിരിക്കുക എന്നത് അത് വഹയാണ്. നമുക്കാർക്കും വഹയില്ല. അങ്ങനെ തോന്നിയാൽ ഇതിനേതായാലും നമ്മളെ കൂട്ടത്തിൽ ചികിത്സ ഒന്നുമില്ല, ഞാനൊരു തങ്ങളെടുത്ത് തൊട്ടാണ് ആള് നരകത്തിലെത്തിപ്പോവും. അങ്ങനെ പോകാതിരിക്കാനാണ് സിഹിർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അങ്ങനെ വന്നാൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സ്ത്രീകളുടെ ഭാഗത്ത് സംശയം ഉണ്ടെങ്കിൽ കൊടുത്തയക്കാവുന്നതാണ്, അല്ലെങ്കിൽ കുട്ടികളെടുത്ത് പറഞ്ഞയക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് പുതിയ സംഘടന ഉണ്ടാക്കാത്തതെന്നാണ്. ആർക്കോ പ്രസിഡന്റ് സെക്രട്ടറി കാണാൻ തോന്നുന്നുണ്ട് അല്ലേ? ഇതാണ് പദ്രിമാൻ സലഫി ചോദിക്കുന്നത്. നിങ്ങളെന്താ വേറെ സംഘടന ഉണ്ടാക്കാത്തത്? മടവൂരികളെ മാതിരി പൊട്ടന്മാരാണ് മൂപ്പരെ വിചാരം. സഹോദരന്മാരെ, KNM നമ്മളല്ലേ? ജിന്ന് സിഹിർ വിഷയത്തിൽ KNMന്റെ നിലപാടിൽ നിൽക്കുന്നത് ആരാ? നമ്മളല്ലേ? അതുകൊണ്ട് വേറെ സംഘടന ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്താക്കലോട് ഈ സദസ്സിൽ എത്രയോ ആൾക്കാരെ ഈ കടലാസ് ഉണ്ടാവും, പുറത്താക്കിയ കത്ത്. കാര്യമായിട്ട് മുജാഹിദിൽ നിന്ന് പണി ഇതെങ്ങനെ കത്തടിക്കുക. ഏപ്പിനോട് ചോദിക്കുകയാണ്, അല്ല സാർ ഇപ്പൊ നിങ്ങൾ എത്ര ആൾക്ക് ഇപ്പൊ കത്തയച്ചുണ്ടാവും? സലഫിനോട് ചോദിക്കുന്ന പറയും, മൂപ്പർക്ക് അറിയില്ല.
എത്ര ആളെ പുറത്താക്കി എന്ന് തന്നെ മൂപ്പർക്ക് അറിഞ്ഞൂടാ. അപ്പൊ അത്രയധികം ആൾക്കാരെ പുറത്താക്കണം. മിക്കവാറും ആൾക്കാരെ കീശയിൽ പുറത്താക്കി കത്താം. ഇത് വേറെ സംഘടന ഉണ്ടാക്കാന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അത്രേ. യഥാർത്ഥത്തിൽ കേരള നേതൃത്വ മുജാഹിദിന്റെ ശരിയായ ആശയമുള്ള നമ്മളാണ് കേന്ദ്രം. പുറത്തു പോകുന്ന പ്രശ്നമല്ല, പുറത്താക്കിയ ആൾക്കാരാണ് പുറത്തു പോകേണ്ടത് കോടതി പറഞ്ഞത്. സക്കരിയ സ്വലാഹി പുറത്ത്, മുജാഹിദ് ബാലുശ്ശേരി പുറത്ത്, ഇങ്ങനെ കുറേ പ്രവർത്തകരൊക്കെ പുറത്താക്കി. അപ്പൊ ഇങ്ങനെ പുറത്താക്കിയതിൻ്റെ ഇടക്ക് കോഴിക്കോട് ജില്ലയിലെ ഒരു കൗൺസിലർ കോഴിക്കോട് മുനിസിപ്പൽ കോടതിയിൽ കേസ് കൊടുത്തു. TP അബ്ദുള്ള കോയ മദനി അടക്കം ഈ സൗത്ത് ജില്ലയിലെ 23 സ്റ്റേറ്റ് കൗൺസിലർമാർ തെരഞ്ഞെടുക്കപ്പെട്ടത് കൃത്രിമത്വത്തിലൂടെയാണ്. ജില്ലാ കൗൺസിലിൽ വെച്ച് സ്റ്റേറ്റ് കൗൺസിലേഴ്സിനെ തെരഞ്ഞെടുത്തിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇതൊന്ന് പരിശോധിക്കണം. കോടതി മിനിറ്റ്സ് ഹാജരാക്കാൻ പറഞ്ഞു. അതിൽ ജില്ലന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ തെരഞ്ഞെടുത്തിട്ട് കൗൺസിലർമാർ തെരഞ്ഞെടുത്ത അതിലില്ല. അപ്പൊ കോടതി പറഞ്ഞു, കോഴിക്കോട് സൗത്ത് ജില്ലയിലെ KNM ഇലക്ഷനിൽ കൃത്രിമത്വം നടന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ 23 ആൾക്കാർ സ്റ്റേറ്റ് കൗൺസിലിൽ പങ്കെടുക്കാൻ പാടില്ല. ശരി, അപ്പൊ ഈ 23 ആളുകൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാന കൗൺസിലാണ് TPA പ്രസിഡന്റും APA ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത്. അത് അയോഗ്യമായി. അവിടുന്നാണ് അബ്ദുറഹ്മാൻ സലഫി സെക്രട്ടറി, അതും അയോഗ്യയായി. അക്കമ്മിറ്റിയാണ് സക്കരിയ സ്വലാഹി പുറത്താക്കിയത്, അതും അയോഗ്യയായി. അപ്പൊ ഈ തീരുമാനം ഒന്നും ഇപ്പൊ നിലനിൽക്കുന്നില്ല. ഇതാണ് നമ്മുടെ ജില്ലയിലെ ഇരിക്കൂറിൽ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകം വാഹനം പിടിച്ച് വെള്ളിയാഴ്ച അവിടെ എത്തി. പല പ്രദേശത്തുനിന്നും ഈ ശിർക്കാരോപകരായ ആളുകൾ. എന്നിട്ട് സാധാരണ ഖുത്തുബക്ക് കയറാറുള്ള മുജീബുള്ള ഖുത്തുബക്ക് കയറുമ്പോൾ കൊല്ലം ജില്ലയിലെ മറ്റൊരു സഹോദരൻ സലീം ഹമദാനി കയറാൻ ശ്രമിച്ചു. സ്വാഭാവികമായും അവിടെ ചെറിയൊരു സംഘർഷം ഉണ്ടായി. പള്ളി പൂട്ടി. അപ്പോ പള്ളി പൂട്ടിക്കാൻ വന്നത് വലിയ സന്തോഷം. അൽഹംദുലില്ലാഹ്, നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ട് ശരിയായല്ലോ. പള്ളി പൂട്ടൽ ജുമാ മുടങ്ങിയല്ലോ. അതാ പറഞ്ഞ ഇബ്ലീസ് ഉണ്ട് ഉറപ്പാ, ഒരു സംശയമില്ല. ജുമാ മുടങ്ങി, 10 ജുമാ മുടങ്ങി, ബാങ്ക് മുടങ്ങി, ഇക്കാമത്ത് മുടങ്ങി, പള്ളിയിലെ പായ പൂപ്പൽ പിടിച്ചു. ഉത്തരവാദി ആരാ? ഈ സന്ദർഭത്തിൽ നമ്മൾ കേസ് കൊടുത്തു. മടവൂർ വിഭാഗത്തിന് 3 ഖുത്ബയും നമുക്ക് 3 ഖുത്ബയും. തർക്കന്താ? KNM-നുള്ള 3 ഞങ്ങൾക്ക് വേണം, അഡ്ഹോക് കമ്മിറ്റിക്ക് വേണം എന്നായിരുന്നു. കോടതിയിലെത്തി. നമ്മൾ പറഞ്ഞു, ഈ അഡ്ഹോക് കമ്മിറ്റിയെ നിശ്ചയിക്കുവാൻ TP അബ്ദുള്ള കോയ മദനി അധ്യക്ഷത വഹിച്ച യോഗത്തിന് അവകാശമല്ല. കാരണം അദ്ദേഹം അയോഗ്യനാണ്. മൂപ്പര് കൃത്രിമത്വത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കൗൺസിലറാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കണം, ഇവർക്ക് വേറൊരു അഡ്ഹോക് കമ്മിറ്റി നിശ്ചയിക്കാനുള്ള അവകാശമില്ല. കോടതി അത് സ്വീകരിച്ച് മടവൂർ ഭാഗത്തോട്ട് പറഞ്ഞു, നിങ്ങളെ 3 ഇല്ല, നിങ്ങൾ പോയിക്കോളി തന്നു, എല്ലാവരും എടുത്തോട്ടെ. ലെറ്റർ പേഡും സീലും ഇല്ലാത്തവർക്ക് കംപ്ലീറ്റ് പള്ളി ഏൽപ്പിച്ചെടുത്തു കോടതി ജിന്നാന്ന് തോന്നുന്നില്ലേ? ലെറ്റർ പേഡ് ഇല്ല, സീലില്ല, നിങ്ങൾക്ക് ആരാ ഉള്ളത്, നിങ്ങളെ നേതാവാരാന്നാ ചോദ്യം. കോടതി പറയും, ഇതൊന്നും ഇല്ലാത്ത അങ്ങോട്ട് മുജീബുൽ അങ്ങോട്ട് എന്നാ താക്കോല്, മുസ്ത സാഹിബ് ഇങ്ങോട്ട് വന്ന താക്കോൽ എന്ന് പറഞ്ഞു. താക്കോൽ അങ്ങോട്ട് ഏൽപ്പിച്ചു തന്നു. ഇതപ്പം ഉണ്ടായത്. അപ്പോ എന്തുകൊണ്ട്? അപ്പോ മാത്രമല്ല, ഇങ്ങനെ കോടതി പറഞ്ഞപ്പോ കോടതി ഒരു വാക്ക് പറഞ്ഞു, ഈ വിധി ഇലക്ഷൻ നടത്തിയ തടസ്സമല്ല. ഈ ചാൻസിൽ വരും ചെയ്തു. കോടതി വെക്കേഷനുള്ള ഏപ്രിൽ മെയ് മാസത്തിൽ വേറൊരു ഇലക്ഷൻ നടത്തി സൗത്ത് ജില്ലയിൽ. ആ ഇലക്ഷൻ നടത്തിയപ്പോ അതില് പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾക്ക് കത്തയച്ച് നിങ്ങൾ ഇലക്ഷൻ വരണം എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? അയോഗ്യരായ കമ്മിറ്റിയാണ് നിങ്ങളെ പുറത്താക്കിയത്, അതുകൊണ്ട് അത് ശരിയല്ല, നിങ്ങൾ തിരിച്ചു വന്നോളി. അപ്പൊ സക്കരിയ സ്വലാഹി തിരിച്ചു വരണ്ടേ? മുജാഹിദ് ബാലുശ്ശേരി തിരിച്ചു വരണ്ടേ? അപ്പൊ ഈ കോടതി വിധി അനുസരിച്ച് KNM പുറത്താക്കിയ എല്ലാ പുറത്താക്കൽ നടപടികളും ഇല്ല. ഇപ്പം പ്രസ്ഥാനത്ത് 23 ആളെ പുറത്തുള്ളൂ. അതിന്റെ നേതാവ് TP-യാ. എല്ലാരെയും പുറത്താക്കിയ കോടതി പറഞ്ഞ് കോടതി വിധി പടച്ചോന്റെ സഹായി വന്നു. പുറത്താക്കാൻ നേതൃത്വം കൊടുത്ത പ്രസിഡന്റ് ഔട്ട്, അതിൽ ഇരുന്ന സംസ്ഥാന സെക്രട്ടറി ഔട്ട്, കോഴിക്കോട് ജില്ലയിലുള്ള മുഹമ്മദ് മദനി അടക്കമുള്ള ആൾക്കാർ പുറത്തപ്പോ കോടതിയുടെ ഭാഷയിൽ നിയമപരമായി 23 ആൾക്കാരെ പുറത്തുള്ളൂ. പിന്നെ ഇത് നമ്മൾ വേറെ സംഘടന ഉണ്ടാക്കുന്നത്? TP ഇപ്പൊ പുറത്താ. പിന്നെ നിങ്ങൾ ചോദിക്കും, എന്നാ പിന്നെ TP-ന്റെ ബ്രാക്കറ്റിൽ പ്രസിഡന്റ് KNM ഇല്ലേന്ന്? അങ്ങനെ വെച്ചില്ല TP ആവൂ? ഏറ്റവും വലിയ കളവല്ലേ പറഞ്ഞത്? ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ഒരു മേൽ കൂടി അക്കളവ് പറഞ്ഞ ആൾക്ക് പ്രസിഡന്റ് അല്ലാത്ത ആൾക്ക് പ്രസിഡന്റ് ചേർത്തു. അത് ഓരോ രീതിയാണ്, നമ്മൾ നോക്കേണ്ടിയില്ല. മടവൂർ വിഭാഗം അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ പേരിൽ എന്ത് ചെയ്തിട്ടില്ല, അതിന്റെ പേരിൽ ഒരു വഴക്കും. അതുകൊണ്ട് ഇത്രേ ഉള്ളൂ, നമ്മളാണ് KNM.
നമ്മളാണ് KNM. അതുകൊണ്ട് പിന്നെ അന്ന് പറഞ്ഞത് കണ്ടോ നാളെ പ്രസ്ഥാനം ഉണ്ടാക്കും, ഹുസൈൻ സലഫിക്ക് പ്രസിഡന്റാണുള്ള പരിപാടിയാണ്. ഇപ്പൊ ഉണ്ടാകുന്നില്ല, എത്രയായിട്ടും ഉണ്ടാകുന്നില്ല. ഇങ്ങോട്ട് നിങ്ങൾ എന്താ ഉണ്ടാക്കാത്തത്? ഇപ്പം ഇങ്ങോട്ട് വയ്ക്കാം, നിങ്ങൾ എന്താ ഉണ്ടാക്കാത്തത്? അപ്പൊ ഇവര് വിചാരിച്ച് ഇവരെ മാതിരി ഇങ്ങനെ പ്രസിഡന്റ് സെക്രട്ടറി ആവാൻ വേണ്ട പരിപാടി. ഇതൊരു ദാവത്തിനുള്ള പരിപാടിയാണ്. ലെറ്റർ പേഡും സീലില്ലായിട്ട് ഏതെങ്കിലും പരിപാടി മുടങ്ങിയോ? ഏതെങ്കിലും ഒരു പരിപാടി മുടങ്ങിയോ? ഇന്ത്യ രാജ്യത്ത് ഒരു 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 പൗരന് പെർമിഷൻ കിട്ടും, ഒരാൾക്ക് പെർമിഷൻ കിട്ടും. ഞാൻ ഇന്നാള് എന്റെ പറമ്പില് അല്ലെങ്കിൽ ഇന്നാള് അനുവദിച്ച വീഡിയോ കൊലയിൽ എനിക്കൊരു പ്രഭാഷണം നടത്തണം, പോലീസ് അനുമതി തന്നില്ല, കോടതി ഇടപെടും. അതാ ഇന്ത്യ രാജ്യം. അപ്പൊ അതുകൊണ്ട് വേറെ സംഘടന ഉണ്ടാക്കലല്ല, ദാവത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടന ഹൈജാക്ക് ചെയ്തവരെ മാറ്റി നിർത്തി ദാവത്തുമായി മുന്നോട്ട് പോകലാണ് നമ്മുടെ ബാധ്യത. സംഘടന തിന്മയാണെന്ന സുബൈർ മങ്കയുടെ വാദം ശരിയാണോ എന്നാ ചോദ്യം. സംഘടന തിന്മ മൂപ്പര് പറഞ്ഞില്ല, KNM തിന്മ എന്നേ പറഞ്ഞിട്ടുള്ളൂ. സുബൈർ മങ്കടക്ക് KNMനോടാണ് വിദ്വേഷം ഉണ്ടായത്. അതുകൊണ്ട് സംഘടന എന്ന് പറഞ്ഞാൽ മൂപ്പര മനസ്സിൽ KNM. കാരണം എന്താ അറിയോ, സംഘടന തിന്മയാണ് എന്നതിന് അവസാനം സുബൈർ മങ്കട മടവൂർ വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ പോലും ഇന്റർവ്യൂ കൊടുത്തു. ആ പ്രസിദ്ധീകരണം വിദഗ്ധല്ലേ, ആ സംഘടന കീഴിലല്ലേ. അപ്പൊ KNM വിദഗ്ധാന്ന മൂപ്പര് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അത് അദ്ദേഹത്തിന് ഉണ്ടായ വ്യക്തിപരമായ ചില വിഷയങ്ങളുടെ പേരിൽ ഒരു പുതിയ വാദം ഉന്നയിച്ചു. അതിന് ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തു. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തു. അബൂബക്കർ സലഫി ആ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്ത് കൃത്യമായി സമർത്ഥിച്ചു. ഉത്തരം പറയാൻ ഇന്നേ വരെ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. യാ ഇബാദുള്ള അയ്നൂനി എന്ന ദുർബലമായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഇമാമിയങ്ങൾ അമൽ ചെയ്തു എന്ന് പറഞ്ഞതായിട്ട് പറഞ്ഞു. അവിടെ ഉദ്ദേശം മനുഷ്യരെയാണ്, അല്ലാതെ ജിന്നിനെയോ മലക്കിനെയോ അല്ല എന്നാണ് പുതിയ ഒരു ന്യായീകരണമായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ശുദ്ധീകരണം ആവശ്യപ്പെടുന്നു. യാ ഇബാദുള്ള അയ്നൂനി എന്ന ഹദീസ് സ്വഹീഹാണെന്ന് കരുതി, ഇത് കേൾക്കുമ്പോഴേക്ക് കേൾക്കണ്ടെന്ന് മനസ്സിൽ കരുതില്ല. നിർത്തി അല്ല, അത് നിർത്താൻ പറ്റൂല. കാരണം രാജീവൻ ചോദിക്കും മറ്റന്നാൾ, യാ ഇബാദുള്ളന്റെ വിഷയം നിങ്ങൾ എവിടാണ്? ഞാൻ മറ്റേവരോട് ചോദിച്ചു. അപ്പോൾ എല്ലാവരും വിഷയം പഠിക്കേണ്ട, ചില ആൾക്കാർക്ക് ചില കേൾക്കണ്ടേ, അങ്ങനെ വിചാരിക്കരുത്. പിന്നെ യാ ഇബാദുള്ള വന്നോന്നാ വരും. വിഷയം വന്നാൽ, തർക്കം വന്നാൽ സത്യം പഠിക്കുവോളം വരും. അപ്പൊ യാ ഇബാദുള്ള അയ്നൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് സ്വഹീഹാണെന്ന് കരുതി ഇമാമിങ്ങളിൽ ചിലർ അമല് ചെയ്തു. അവർ അവിടെ ഉദ്ദേശിച്ചത് മനുഷ്യരെയാകുന്നു എന്ന് ആര് പറഞ്ഞു? ഇമാമിങ്ങൾ പറഞ്ഞോ? ഇല്ല, ഇമാമിങ്ങൾ പറഞ്ഞതാണ് ഉമർ മൗലവി ഉദ്ധരിച്ചത്. അഥവാ നാം കാണാത്ത മനുഷ്യനല്ല, നാം കാണാത്ത മനുഷ്യനല്ല, നാം കാണാത്ത അള്ളാഹുവിന്റെ അടിമകൾ. അതാണ് ഉമർ മൗലവിയുടെ സ്വന്തം അഭിപ്രായമല്ല, പാലത്തെഴുതിയതാണ്. സലഫി പണ്ഡിതന്മാരുടെ ചർച്ചന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തതാണ്. അവർ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ രണ്ട് അടിമകളെ നിശ്ചയിച്ചതും, ജിന്നുകളും മലക്കുകളും. അപ്പൊ ജിന്ന് മുമ്പിലുണ്ട്, മലക്ക് മുമ്പിലുണ്ട്, നാം കാണുന്നില്ലെന്ന് മാത്രം. വിളിച്ചോളാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അത് ഈ സ്വഹീഹാണെങ്കിൽ. അതുകൊണ്ട് അത് ശിർക്കല്ല, മുമ്പിലുള്ളതിനെയാണ് വിളിച്ചത്. നമുക്ക് വിളിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഹദീസ് ലഈഫാണ്. അവർ അമല് ചെയ്തതിൽ, ഇമാമിങ്ങൾ ചെയ്തതിൽ ശിർക്കില്ല. കാരണം അവരുടെ ആ വിളി മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന വിളിയല്ല. അതുകൊണ്ട് അത് മനുഷ്യനല്ല ഉദ്ദേശിക്കുന്നത്, ജിന്നും മലക്കുമാണ് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാണ്. നമ്മളെ മദ്രസ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ KNMന്റെ കീഴിലാണ് അതിൻ്റെ പരീക്ഷ ബോർഡും പിന്നെ അതിൻ്റെ പരീക്ഷയൊക്കെ നടന്നത്. അപ്പോൾ നമ്മൾ ഈ സ്പ്ലിറ്റ് ആയതിനു ശേഷം അതിൻ്റെ പരീക്ഷ അതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നടത്തുക, അല്ല അതിന് എന്തെങ്കിലും ബോർഡുണ്ടോ എന്നുള്ളതാണ്. KNMന്റെ മദ്രസ അതേപോലെ തന്നെ പരീക്ഷകൾ ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അത് പ്രാദേശികമായിട്ടാണ് തീരുമാനിക്കേണ്ടത്. ഒരു സ്ഥലത്തുള്ള ഉലുഹിയത്ത്, അവിടുത്തെ ഫിത്ർ സക്കാത്ത്, അവിടുത്തെ ഖുതുബ, അവിടുത്തെ പള്ളി, അവിടുത്തെ മദ്രസ കാര്യങ്ങളൊക്കെ KNM തൽക്കാലം പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ കോടതി അയോഗ്യരാകിയ 23 ആൾക്കാർ അത് കയ്യിലിങ്ങനെ വെച്ച് കൊണ്ടു നടക്കുന്നത് കൊണ്ട് KNM വിദ്യാഭ്യാസ ബോർഡ് ഒഴിവാക്കാൻ നമുക്ക് കഴിയൂലല്ലോ. അതുകൊണ്ട് അതൊക്കെ ഒരു തീരുമാനമാകുന്നത് വരെ മതവിരുദ്ധമല്ലാത്തൽക്ക് നമ്മളും പഠിപ്പിക്കുന്ന അതേ പാഠപുസ്തകമാണ്. ആ പാഠപുസ്തകം അനുസരിച്ച് മദ്രസ നടത്തുന്നു, ആ മദ്രസ അനുസരിച്ച് പരീക്ഷയും നടത്തുന്നു. പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരൂല എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം നമ്മൾ എന്താ ചെയ്യാം.
അത് തരുന്നിടത്തോളം കാലം. കാരണം KNMന്റെ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കരങ്ങളെ ഈ 23 അയോഗ്യർ കൂടി ചേർന്നിട്ട് അവരെ ഏൽപ്പിച്ചത് തെറ്റാ. അതിന്റെ വിധികൾ പൂർണ്ണമായിട്ട് തന്നെ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പുറത്തു പോകാനല്ല, ഉള്ളിൽ നിൽക്കാനാ ശ്രമിക്കുന്നുണ്ട്. KNM വിദ്യാഭ്യാസ ബോർഡ് മുജാഹിദുകളുടേതാകുന്നു. മുജാഹിദുകളുടെ KNM വിദ്യാഭ്യാസ ബോർഡ് ചില ആൾക്കാർ കൈയടക്കി. ആ കൈയടക്കിയപ്പോഴും അവർ അനീതി ചെയ്യാത്തിടത്തോളം കാലം ആ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിയും പരീക്ഷ നടത്തിയാ വേണ്ടത്. 2002 മടവൂരികളുമായി ഭിന്നിപ്പിന് ശേഷം ഒരുപാട് മദ്രസകളും സ്ഥാപനങ്ങളും അവരുടെ കൈവശം ഇപ്പോഴും ഉണ്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് KNM പിടിച്ചെടുത്തിട്ടുണ്ടോ? അത്തരത്തിൽ സംഭവം ഉണ്ടായിരുന്നോ? നല്ലൊരു ചോദ്യമാണ്. 2002 പ്രശ്നം ഉണ്ടായ സന്ദർഭത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള 2 ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സമരമാണ് ഇതുവരെ നടന്നു വന്നിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവരിറങ്ങിപ്പോയത്. ഇപ്പൊ ലയിക്കാൻ ഇങ്ങനെ വിചാരിക്കുകയാണല്ലോ, നിക്കാഹ് ഇനി പുതുക്കെ നടക്കാണല്ലോ എന്നാ പറഞ്ഞ്. നിക്കാഹ് കഴിഞ്ഞാ ഇനി പുതുക്കത്തിന് ഇങ്ങനെ സമയം നോക്കിക്കാണ്. ഏതോ ഒരു കാരണവർ ഇങ്ങനെ പണിങ്ങിണ്ട് അത്ര. ആ കാരണവരോട് ഒന്ന് പറഞ്ഞ് ശരിയാക്കി, എന്നാലും അങ്ങനെ അല്ലേ, ഒരു ഇഷ്ടപ്പെട്ടു പോയതല്ലേ, നമ്മളിപ്പോൾ അതിനെ ഉടക്ക് നിൽക്കണോ, ഈ ഒന്ന് ശരിയാകാമത് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ശരിയാക്കാനുള്ള സമയമാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ KNM സമയം ആവശ്യപ്പെട്ടു മധ്യസ്ഥന്മാരോട്, ദല്ലാളന്മാരോട്, കല്യാണമൊക്കെ നടക്കൂ, 2-3 കാരണന്മാർ അപ്പുറത്തും ഇങ്ങനെ പണിങ്ങിക്കുണ്ട്, ഒക്കെ ഒന്ന് പറഞ്ഞ് ശരിയാക്കി അതൊരു സാവകാശം തരണം എന്നൊക്കെ പറഞ്ഞു ഒത്തിരിക്കുക. യഥാർത്ഥത്തിൽ ആരുമായിട്ടാ ലയിക്കെന്ന് പറയുന്നത്? 2002 മടവൂർ വിഭാഗം പിരിഞ്ഞു പോയതിന്റെ കാരണം എന്ത്? പിരിഞ്ഞു പോയവർ പറയുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള 2 ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സമരമാണ് ഇതുവരെ നടന്നു വന്നിരുന്നത്. 2 ആശയാകുന്നു എന്നാണ്. അപ്പോൾ ഐഡിയോളജിയിൽ, ആശയത്തിലാണ് വ്യത്യാസം. ആ ആശയം ഏത് എന്ന് നമുക്ക് വ്യക്തമാണ്, ഇപ്പോൾ വളരെ വ്യക്തം. അത് എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ ചേകലൂർ മൗലവി മുജാഹിദ് നേതാവായി അംഗീകരിക്കണം എന്നാണ് മടവൂർ വിഭാഗം പറയുന്നത്. ചേകനൂർ മൗലവിയെ മുജാഹിദ് നേതാവ്, ഇത് ഞാൻ വെറുതെ പറഞ്ഞ നിങ്ങൾ അംഗീകരിക്കണ്ട. ചേകനൂർ അകവും പുറവും പുസ്തകത്തിന്റെ പേര്. മടവൂർ വിഭാഗത്തിന്റെ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റായ മുജീബ് റഹ്മാൻ കിനാലൂർ പ്രസിഡന്റായിരിക്കെ ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എഴുതി, നവോത്ഥാനാശയക്കാരായ പലരും മുമ്പ് തന്നെ പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ പരമ്പരയിലെ ഒരു കണ്ണിയാണ് വാസ്തവത്തിൽ ചേകനൂർ മൗലവി. അപ്പോ നമ്മൾ സ്വാഗതം പറയുമ്പോൾ വക്കം മൗലവി, KM മൗലവി, ചേകനൂർ മൗലവി എന്ന് പറയണമെന്ന്. അവിടാണ് എത്തിയത്. സംസ്ഥാന പ്രസിഡന്റാ പറയുന്നത്, സാധാരണ പ്രവർത്തകനല്ല. അപ്പോ ആശയപരമാണ് പ്രശ്നം. ഹദീസ് നിഷേധമാണ് അതിന്റെ അടുത്തുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ഹദീസ് നിഷേധത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പോ സംസം വെള്ളത്തിന് രോഗശമനം എന്ന് പറയുന്ന മുഴുവൻ ഹദീസും ദുർബലം. അബ്ദുസ്സലാം സുല്ലമി അവരുടെ നെല്ലും പതിരും എന്ന കോളം ഇപ്പോഴും ഷബാബിൽ കൈകാര്യം ചെയ്യുന്ന അവരുടെ പണ്ഡിത സംഘടന ആളാണ് അബ്ദുസ്സലാം സുല്ലമി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിറാജ് നടത്തിയത് സ്വപ്നത്തിലാണെന്നാണ് പറഞ്ഞത്, ശരീരം കൊണ്ടല്ല പോയത്. പിന്നെ ഇതിനാ ഖുർആനായത്ത് സുബ്ഹാനല്ലദീ എഴുതിയത്? ഇങ്ങനെയുള്ള ഖുർആനിന്റെയും ഹദീസിന്റെയും നിഷേധങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പൊ അവര് പിരിഞ്ഞു പോയപ്പോ പല പള്ളികളും അവരുടെ കയ്യിലായി. ആ പള്ളികളിൽ ബഹുഭൂരിഭാഗവും അവരുടെ കയ്യിൽ തന്നെ നിൽക്കുന്നു. ഉദാഹരണം, നമ്മുടെ ജില്ലയിൽ പുന്നോലിൽ അഥവാ ന്യൂമാഹി കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പാണ് പുന്നോൽ. പുന്നോലിലെ മുജാഹിദ് പള്ളി ഇപ്പോൾ മടവൂർ വിഭാഗത്തിന്റെ കയ്യിലാണ്. നമ്മുടെ ജില്ലയിൽ പൂതപ്പാറ മുജാഹിദ് പള്ളി മടവൂർ വിഭാഗത്തിന്റെ കയ്യിലാണ്. 2 ഉദാഹരണങ്ങളായല്ലോ. ഇരിക്കൂറിലും അവരുടെ കയ്യിലായിരുന്നു, പിന്നെ പപ്പാതിയായി മാറി കോടതി ഇടപെട്ട് നമുക്ക് നൽകി. ഇങ്ങനെയുള്ള പള്ളിയിലേക്ക് എന്തേ കത്ത് കൊടുത്തയക്കാത്തത്? എവിടെ? ശ്രീകണ്ഠാപുരം, തൊട്ടടുത്ത് ശ്രീകണ്ഠാപുരം മടവൂർ വിഭാഗത്തിന്റെ കയ്യിലാണ്. അപ്പോൾ ആശയപരമായി വ്യതിയാനം സംഭവിച്ചതെന്ന് പറഞ്ഞ് കഴിഞ്ഞ 10 കൊല്ലം ആദർശ വിശദീകരണം മടവൂർ വിഭാഗത്തിനെതിരിൽ നടത്തിയ ശ്രീകണ്ഠാപുരത്തെ പള്ളിയിലേക്ക് എന്തേ TPL മദനിയോ ബഷീർ ഡോക്ടറോ കത്ത് കൊടുത്തയക്കാത്തത്? ഉടൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടതാകുന്നു, KNMന്റെ ഹത്തീബിനെ അയക്കുന്നതാകുന്നു. എന്തേ ശ്രീകണ്ഠാപുരത്ത് കത്ത് കൊടുത്തയക്കാത്തത്? എന്തേ പൂതപ്പാറയിലേക്ക് കത്ത് കൊടുത്തയക്കാത്തത്? എന്തേ പുന്നോലിലേക്ക് കത്ത് കൊടുത്തയക്കാത്തത്? എന്നാൽ തളിപ്പറമ്പിലേക്ക് കത്ത് കൊടുത്തയക്കുന്നു. CP സലീമിനെ ഉടൻ ഇറക്കേണ്ടതാകുന്നു. ഒപ്പ്. എത്ര കത്താ വന്നത്? അപ്പൊ എന്താ? മടവൂർ വിഭാഗം നമ്മുടെ ജില്ലയിൽ തന്നെ കൈതേരിയിൽ കേരള നദവത്തുൽ മുജാഹിദീനിൽ രജിസ്റ്റർ ചെയ്ത പള്ളിയിലെ ഖത്തീബ് ആരാന്നറിയോ? മടവൂർ വിഭാഗത്തിന്റെ ജില്ലാ ഭാരവാഹി.
മടവൂർ വിഭാഗത്തിന്റെ ജില്ലാ ഭാരവാഹിയാണ് കൂത്തുപറമ്പടുത്ത് കൈതേരിപ്പള്ളിയിലെ ഖത്തീബ്. ഇത് ബൈലക്സിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് മടവൂർ വിഭാഗത്തിന്റെ ജില്ലാ ഭാരവാഹിയല്ല, അദ്ദേഹം മടവൂർ വിഭാഗക്കാരനല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ സോളിഡ് തെളിവ് പുറത്തു വരും. അദ്ദേഹം തന്നെ പറഞ്ഞാൽ മടവൂർ വിഭാഗക്കാരനാന്ന് പറഞ്ഞിട്ടുണ്ട്. തെളിവ് നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പോ എങ്ങോട്ടാ പോക്കുന്ന് വ്യക്തമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും മടവൂർ വിഭാഗത്തിന്റെ കയ്യിൽ KNM-ന്റെ പള്ളികൾ ഇരിക്കുന്നുണ്ട്. അവിടേക്ക് കത്തുമില്ല, കമ്പിയുമില്ല, യാതൊന്നുമില്ല. മര്യാദയ്ക്ക് നടക്കുന്ന വല്ല പള്ളി ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ ഒന്നും ഉണ്ടായില്ലേ വേണ്ട, ഇവിടെ കുഴപ്പാക്കണം, അത്ര തന്നെ. അതാണ് ഇരിക്കൂറിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. എഴുതി കിട്ടിയ ധാരാളം ചോദ്യങ്ങളുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങളുടെ പര്യവസാനം എന്തായിരിക്കും? വല്ല ചോദ്യ. ഇതിപ്പോ എവിടേക്കാ എത്തുക? ഈ പോകാത്ത ആൾക്കാർ ഇങ്ങോട്ട് കടന്നിരിക്കുക, ഇവിടെ ഈ ആൾക്കാർ മുന്നോട്ടിരിക്കുക, സൈഡിലെ ആൾക്കാർക്ക് മുന്നോട്ടിരിക്കുക. സാറിനെ ചോദിക്കും ഇതിപ്പോ എവിടെ എത്തുക? അപ്പൊ എന്നോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇവിടെ എത്തുക. ചോദ്യത്തിന് ഉത്തരം ചോദ്യമാണ്. പക്ഷെ ഒരു കാര്യം പറയാം, മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ എന്തൊരു പ്രവർത്തനമാണോ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്, ആ പ്രവർത്തനം നടത്തുന്നത് നമ്മൾ മാത്രമാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ കേട്ട 20-ാം തീയതി അഴീക്കോട് വൻകുളത്ത് വയലിൽ മുജാഹിദ് ബാരിഷിയുടെ പ്രഭാഷണത്തിന്റെ വിഷയം ജിന്നു സീറു അല്ല, ഒരേ ഒരു ദൈവം, ഒരൊറ്റ ജനത. അവിടെയുള്ള നിരീശ്വരവാദികളായ ആളുകൾ ഉൾപ്പെടെ, ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് വളവട്ടണം മണ്ഡലത്തിൽ അടുത്ത് വരാൻ പോകുന്ന 20-ാം തീയതി നടക്കുന്നത്. 24-ാം തീയതി കമ്പിലിൽ നടക്കാൻ പോകുന്നത് നസീറുദ്ദീൻ റഹ്മാനിയുടെ പ്രഭാഷണമാണ്. 24-ാം തീയതി അത് സമസ്തക്കാരുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന ഷിർക്കിനെ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. 2 പരിപാടികൾ മാത്രമോട് പറഞ്ഞു. കുട്ടികളുടെ സിയാറിയെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ മക്തി തങ്ങളുടെ കാലഘട്ടത്തിൽ ചെയ്തത് എന്താണ്? അത് ചെയ്യുന്നത് നമ്മളാണ്. മറ്റവർക്ക് അതിനുള്ള സമയമേ ഇല്ല. ഈ ദൗത്യവുമായി മുന്നോട്ട് പോയാൽ ആദർശം വിജയിക്കും. വ്യക്തികൾക്ക് യാതൊരു സ്ഥാനവും ഇതിലില്ല. ആര് ആദർശത്തോടൊപ്പം നിൽക്കുന്നുവോ അവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തിന് വിധേയരാവുക. അതിന് ഇഷ്ടം പോലെ തെളിവുകൾ നമുക്ക് കാണാം. ഈ കഴിഞ്ഞ നമ്മുടെ പരിപാടികൾ ഓരോന്നും എടുത്തു നോക്കിയാൽ ആ കാര്യം ബോധ്യപ്പെടും. നമ്മുടെ ജില്ലയിൽ തന്നെ അങ്ങേയറ്റത്തുള്ള ഏറ്റവും വലിയ കേന്ദ്രമാണ് തലശ്ശേരി പള്ളി. ആ തലശ്ശേരി പള്ളിയിൽ അള്ളാഹുവിന്റെ ദീൻ ഇന്ന് വരെ ഏത് രൂപത്തിലാണ് ഖുതുബ പറഞ്ഞത്, ഏത് രൂപത്തിലാണ് അവിടെ ക്ലാസ് എടുത്തത്, അങ്ങനെ തന്നെ അവിടെ തുടരുന്നു. എന്തുകൊണ്ട്? സംഘടനയും ലെറ്റർ പേഡ് കയ്യിലുണ്ടായിട്ടല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങൾ ആദർശം പഠിച്ചു. ഈ ആദർശത്തെ പോക്കറ്റടിക്കുവാനും മടവൂർ വിഭാഗത്തിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാനും അനുവദിക്കില്ല എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ആ കാര്യം ബോധ്യപ്പെടും. ഇപ്പോ കഴിഞ്ഞ കമ്പിലിൽ 2 പരിപാടി നടന്നു. 2 പരിപാടി കമ്പിലിൽ നടന്നു. ഒന്ന് ഷിർക്ക് ആരോപകരുടെ പരിപാടി. ആ പരിപാടി കേട്ടപ്പോൾ ആൾക്കാർ നമ്മളോട് പറഞ്ഞു, ദയവ് ചെയ്ത് അവർക്ക് മറുപടി പറയരുതേ, അവരെ പോലെ നിങ്ങൾ ആവരുതേന്ന്. പറയുന്നത് സമസ്തക്കാരടക്കമുള്ള ആൾക്കാർ. ഒന്നും മനസ്സിലായില്ല, എന്തൊക്കെയോ ക്ലിപ്പ് എന്തൊക്കെയോ കാണുന്നുണ്ട്, ഒന്നും മനസ്സിലായിട്ടില്ല എന്നവർ പറയുന്നു. നമ്മുടെ പരിപാടിയും കഴിഞ്ഞു. നമ്മുടെ പരിപാടിയുടെ രീതി എങ്ങനെയായിരുന്നു? വൈകുന്നേരം അസറിന് ശേഷം ഈശ വരെയുള്ള സമയം അമുസ്ലിമീങ്ങൾക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽപ്പെട്ട ദീനിനോട് താല്പര്യമില്ലാത്തവർക്കും ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കുന്ന പ്രഭാഷണം. അത് കഴിഞ്ഞ് നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കൺഫ്യൂഷനുകൾക്ക് ആശയപരമായ മറുപടി ഏകദേശം 1 മണിക്കൂർ പിന്നീട് നടത്തുകയും ചെയ്തു. പരിപാടിയുടെ വ്യതിരിക്ത. ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആള് വരിക്ക് തന്നെ ആണല്ലോ നമ്മളെ പറ്റി. ആളെ വലിപ്പം കാണിച്ച് ആരുടെ ഒന്നും പറയാറില്ല. അവര് പോലും പറയും നിങ്ങളെ പരിപാടിക്ക് ആളുള്ളത്. അത് നിങ്ങൾ എവിടുന്ന് കിട്ടിയതാ? ലെറ്റർ പേഡ് ഇല്ലാത്ത, സീലില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ ഈ ആളെ കിട്ടുന്നത്? ആളുകൾക്ക് വേണ്ടത് ആദർശമാണ്. KNM ക്ലാസ് റൂം തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് അബ്ദുറഹ്മാൻ സലഫി പ്രഖ്യാപിച്ചു, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം ശിർക്ക് പ്രചരിപ്പിക്കുന്ന റൂമാകുന്നു. ആരുടെ പറയുന്ന അറിയോ? മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പോയി അവിടുത്തെ പ്രഭാഷണങ്ങൾ കേട്ട് മൊഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേന്ന് വിളിക്കുന്നത് മാറ്റി
ഇസ്ലാമിന്റെ സുന്ദര വെളിച്ചം ലഭിച്ച ധാരാളക്കണക്കിന് ആളുകളുണ്ട്. ആ ക്ലാസ് റൂമിന്റെ സംഘാടകരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അല്ലാഹു ഉന്നതമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആ ക്ലാസ് റൂമിനെ പറ്റി ശിർക്ക് പ്രചരിപ്പിക്കുന്ന ക്ലാസ് റൂം. എന്നിട്ട് എന്തേ ഈ ലെറ്റർ പേഡും സീലും ഇല്ലാത്ത ആൾക്കാരെ ക്ലാസ് റൂമിൽ ഇഷ്ടം പോലെ ആള് വരാൻ കാരണം? അപ്പോ മുജാഹിദുകൾ നോക്കുന്നത് അവർ AP-യുടെ ഭാഷയിൽ പറഞ്ഞാൽ ആവറേജ് ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് പറ്റിക്കാൻ ആര് ശ്രമിച്ചാലും മനസ്സിലാകും. അതുകൊണ്ട് എന്തേ നമ്മുടെ ക്ലാസ് റൂമിലും നമ്മുടെ റേഡിയോയിലും കൂടുതൽ ആളുകൾ വരാൻ കാരണം? അവിടുത്തെ ശബ്ദമാധുര്യം കൊണ്ടല്ല, മറിച്ച് ആദർശം എവിടെയാണ് എന്ന് കൃത്യമായി ജനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദൗത്യം ഈ ആദർശത്തിന്റെ പ്രബോധനം ഇവിടെ നിലനിൽക്കണം. ഷുഐലിയിൽ വരാൻ പോകുന്ന തലമുറക്ക് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും പഠിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുന്ന അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഈ ആദർശം പോക്കറ്റടിച്ച് ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, ഞാനിത് വാക്ക് ബോധപൂർവം പറഞ്ഞതാ, 2013 മെയ് മാസം 10-ാം തീയതി കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തിനെതിരെ വിചിന്തനം എഴുതി. കേരള ജംഇയ്യത്തുൽ ഉലമ പിശാചുബാധ എന്നത് യാഥാർത്ഥ്യമാകുന്നു എന്ന് പുസ്തകത്തിലൂടെ പഠിപ്പിച്ചപ്പോൾ അത് വികലവാദമാകുന്നു എന്ന് വിചിന്തനം എഴുതി. ശബാബും വിചിന്തനവും ഭായി ഭായി. അപ്പോൾ ദർശനം വന്നു. എന്തിനാണ് വിചിന്തനം വന്നത്? ശബാബ് ഖുർആൻ നിഷേധവും ഹദീസ് നിഷേധവും പ്രചരിപ്പിച്ചപ്പോൾ നമ്മുടെ വിയർപ്പൊഴുക്കി നമ്മുടെ പണം ഉപയോഗിച്ച് നാം വിചിന്തനം തയ്യാറാക്കി. വിചിന്തനം ശബാബിന് മറുപടി കൊടുത്തു. ശബാബ് ജിന്നുവാദികൾ എന്ന് പറഞ്ഞപ്പോൾ വിചിന്തനവും ജിന്നുവാദികൾ എന്ന് പറഞ്ഞു. ശബാബ് ജിന്നുബാധ അന്ധവിശ്വാസം എന്ന് പറഞ്ഞപ്പോ വിചിന്തനവും 2013 മെയ് 10-ാം തീയതി ഖുർആൻ നിഷേധം അതിന്റെ അവസാനത്തെ പേജിൽ എഴുതി. അപ്പോൾ ദർശനം പുറത്തു വന്നു. അതിനാണ് ദർശനം ഉണ്ടായത്. നമുക്കും വേണ്ട ഒരു പുസ്തീകരണം അതിനല്ല. ഇവിടെ ആദർശം പ്രചരിപ്പിക്കാനുണ്ടാക്കിയ സംരംഭങ്ങൾ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറുമ്പോഴാണ് നമ്മൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ സമാപനത്തിലേക്ക് പോവുകയാണ്. എല്ലാ പ്രവർത്തകരോടും പറയാനുള്ളത്, ആൾക്കാരുമാണ് പറയാം, ഈ ഇക്കഴിഞ്ഞ ക്ലാസ് വരെ നല്ല ക്ലാസ് ആയിരുന്നു. സ്ത്രീകളൊക്കെ പറയും ആ ഷാഫി സുബായിന്റെ ക്ലാസ് ഒക്കെ അങ്ങനെ മൗലൂദും പാട്ടും ഒക്കെ ഓടിയിട്ട് അവസാനത്തെ ക്ലാസ് എന്തൊക്കെയോ പറഞ്ഞ്, എന്തോ ജിന്നോ സിഹറോ യായിബാദല്ലേ എന്തോ കേന്നമോ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു. സ്ത്രീകളിൽ ചില ആൾക്കാർ അങ്ങനെയാ പറയാ. അത് അവരെ പറഞ്ഞിട്ട് കാര്യമല്ല. നമുക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കുശു 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 കുശു. ചില ആൾക്കാർ സുബൈക്ക് വന്ന് അങ്ങനെ കുത്തിരിക്കും. എല്ലാരും പോയി എടുത്തിട്ട് കിട്ടിയ ഒറ്റ മിനിറ്റ് എന്ന് പറയും. എന്നിട്ട് പറയും ചെല്ലാന്നപ്പ പറയുന്നത്, എനിക്ക് ക്ലിപ്പ് വേണോ ഇതാന്ന് പറഞ്ഞു. ഓൻ കുടുങ്ങി. ബാക്കിയുള്ള സുബൈസ്കരി ജോലിക്ക് വേണ്ടി അവനെ ഒരുത്തരാക്കിണ്ടാവും. ഓൻ അല്ല നാരിയ സ്വലാത്ത് ചെല്ലാന്ന് നമ്മൾ പറയണ്ട. ഇങ്ങനെ കുറെ കുശു നേരിട്ടൊന്ന് പറഞ്ഞൂടെ? ഇതാ പള്ളി വരുന്ന ആൾ എനിക്കൊരു കാര്യം പറയാണ്ട്, നാരിയ സ്വലാത്ത് ചെല്ലാന്ന് അപ്പോ കരിയാ സ്വലായി പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിന് മറുപടി ഇട്ടൂലേ? അത് പറയൂല. ആൾക്കാരെ മുമ്പ് ഇത് മുണ്ടൂല. അപ്പൊ അവിടെ പോയി കുറച്ചൊരു ഇഞ്ചക്ഷൻ, പുറത്ത് പോയൊരു ഇഞ്ചക്ഷൻ. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ആയത്തിന്റെ അവസാന ഭാഗം എന്താ? മിനൽ ജിന്നത്തി വന്നാസ്. ജിന്നുകളുടെ കൂട്ടത്തിലും ഉണ്ട് പിശാചും, മനുഷ്യന്മാരെ കൂട്ടത്തിലും ഉണ്ട്. ഈ മനുഷ്യന്മാരെ കൂട്ടത്തിലുള്ള പിശാച് ഇങ്ങനെ കുസു 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 ആക്കിയിട്ട് ആ ജിന്നിനോട് തോടുന്നു. അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോ ദാ മൈക്കും വെച്ച് ചോദിച്ചോളി. ഇവിടെ ജിന്നെ രക്ഷിക്കുന്ന ശിർക്കാണത്, മലക്കെ രക്ഷിക്കുന്ന ശിർക്കാണത്. സിഹിർ ചെയ്യാൻ പാടില്ല, ചെയ്യിപ്പിക്കാൻ പാടില്ല, പകരം ചെയ്യാൻ പാടില്ല. ഇസ്ലാം അങ്ങോട്ട് പുറത്തു പോകും. എന്നാ സിഹിർ ഇല്ല എന്നും പറയരുത്. അതുകൊണ്ടാണ് സഹോദരിമാരെ അവസാനത്തെ സെഷനിൽ നമ്മൾ ഇങ്ങനെ ഒരു വിഷയം വെക്കേണ്ടി വന്നത്. ഇത് നമുക്ക് താല്പര്യമില്ല. ഈ സമയം കൂടി ഇസ്ലാമിന്റെ മറ്റു കാര്യങ്ങൾ പറയാനാണ് നമ്മുടെ താല്പര്യം. പക്ഷെ തീരെ പറയാതിരുന്നാൽ കുസൂസിന്റെ ആൾക്കാർ ഉണ്ടാക്കുന്ന വസ്വാസം അവിടെ നിൽക്കും. അങ്ങനെ അതൊന്നും ഉണ്ടാവരുത് വിചാരിച്ചിട്ടാണ്. ഇനി എന്താ പറയാ, ഇങ്ങനെ പരിപാടി വെച്ചാൽ അങ്ങോട്ട് പോറതേ, അതാരെ പരിപാടിയാ? അതാരെ പരിപാടിയാ? പരിപാടി കേൾക്കരുത്, കാണരുത്, നോക്കരുത്, ചിരിക്കരുത്. ഇത് കാന്തോർക്കാർ പരിപാടിയല്ലേ? എന്നിട്ട് സ്റ്റേറ്റ് സർക്കുലർ എന്താ, നമ്മളെ പരിപാടിക്ക് വരുന്നവരുടെ ലിസ്റ്റ് CD ടവറിലേക്ക് അയക്കേണ്ടതാകുന്നു. തൂക്കിക്കൊല്ലാനോ? ഒരു പ്രസ്ഥാനത്തിന്റെ സർക്കുലറാ ഇത്. നമ്മുടെ ഹുസൈൻ സലഫിന്റെ പരിപാടി, സക്കരിയ സലാഹിന്റെ പരിപാടിക്കൊക്കെ പോകുന്ന ആൾക്കാരെ നോക്കിക്കല KNM സെക്രട്ടറിന്റെ പണി. ഒരു ലിസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുക. 8-ാം ദിവസം നടന്ന പരിപാടിയിൽ ഡാഷ് 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 പോയിരിക്കുന്നു, അടുത്ത കത്ത് ഔട്ട്, പുറത്താക്കി. ഇതെങ്ങനെ ഉണ്ടായത് സഹോദര? ഒരു പ്രദേശത്ത് 1-2 മുജാഹിദീങ്ങൾ ഉണ്ടാവും. ഒരുത്തൻ ഗൾഫിൽ നിന്ന് ഹുസൈൻ സലഫിന്റെ പ്രഭാഷണം കേട്ട് വന്നിട്ടുണ്ടാവും. ഇത് ശരിയാണല്ലോ, എന്റെ നാട്ടിൽ വയൽ നടത്തണല്ലോ. അപ്പൊ നാട്ടിൽ വരുമ്പോ ഒരു വയൽ. അപ്പൊ മുലിയാര വക, സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ പുത്തൻവാദം വരികയാണ്, നിങ്ങളൊക്കെ ദുആ ചെയ്യണം.
ഇവിടെ ഫസാദ് ഇറങ്ങുകയാണ്, ആരും ആ വഴിക്ക് പോകാൻ പാടില്ല. അപ്പൊ കുറച്ച് ചെറുപ്പക്കാർ എന്നാ ഒന്ന് പോകണം. അങ്ങനെയുണ്ട്. മുലിയാർ പോകണ്ടായിരുന്ന ഒന്ന് പോയി നോക്കണം. അങ്ങനെ കുറച്ച് ആളെ കിട്ടും. അപ്പൊ ഈ പബ്ലിസിറ്റി നടത്തൽ കാര്യമായിട്ട് മുലിയാന്മാരാ നമ്മളെ പരിപാടിക്ക്. ചിലപ്പം നോട്ടീസോ കുറച്ചേ ഉണ്ടാവും. അപ്പൊ ഇയാൾ പറയും ഇന്ന സ്ഥലത്ത് ഇത്രാം തീയതി 7 മണിക്ക് മുജാഹിദുകൾ പ്രഭാഷണം സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആൾക്കാർക്കൊക്കെ അറിഞ്ഞാ ഇന്ന സ്ഥലത്തുണ്ട്, അതിനാരും പോകാൻ പാടില്ല, അത് ഞങ്ങൾ തീരുമാനിച്ചോളൂ അല്ലേ? അങ്ങനെ ഇത് അവരെ പരിപാടിയല്ലേ.